Then in quantum mechanics we encounter two types of angular momenta. For example, orbital angular momentum L, that is due to circular motion of a particle through space, and it is analog of classical angular momentum. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ രണ്ട് ടൈപ്പ് ആംഗുലാർ മൊമെൻറ്റം കാണുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൽ കൊണ്ടാണ്, വെക്റ്റർ അല്ല, വെറും എൽ കൊണ്ടാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു സർക്കുലാർ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ത്രൂ സ്പേസ്. സർക്കുലാർ മോഷൻ ഓഫ് പാർട്ടിക്കിൾ ത്രൂ സ്പേസ്, ആൻഡ് ദിസ് angular momentum, orbital angular momentum is analogous to classical angular momentum. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ക്ലാസിക്കൽ ആംഗുലാർ മൊമെൻറ്റം ആണ്. ഓക്കെ, ഇതിന് രണ്ടാമത്തത് എന്ന് പറയുന്നത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ആണ്. സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ നമ്മൾ സ്പിന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സ്പിന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് വിച്ച് ഈസ് ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് പാർട്ടിക്കിൾ unrelated to any sort of motion or with any classical mechanical significance. Spin angular momentum, which is an intrinsic property of a particle unrelated to any sort of motion or with any classical mechanical significance. അതൊരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സ്പിൻ എന്ന് പറയുന്നത് നമ്മൾ കൂളംബക്ക് പോസ്റ്റേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് സ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആംഗുലർ മൊമെൻറ്റം കഴിഞ്ഞിട്ടാണ് അവിടെ പറയേണ്ടത്, ആ ടോപ്പിക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അന്ന് സ്കിപ്പ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ അത് പറയുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഈസ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് എ പാർട്ടിക്കിൾ അൺറിലേറ്റഡ് ടു എനി സോർട്ട് ഓഫ് മോഷൻ ഓർ വിത്ത് എനി ക്ലാസിക്കൽ മെക്കാനിക്കൽ സിഗ്നിഫിക്കൻസ്. ദെൻ ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ J. Total angular momentum, capital J. In quantum mechanics, the total angular momentum, capital J, is the vector sum of orbital angular momentum and spin angular momentum. Orbital angular momentum and spin angular momentum. That is the vector sum of orbital angular momentum and spin angular momentum. Okay. Next we have to study angular momentum operator. ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ. ഓൾറെഡി നമ്മൾ ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ പഠിച്ചതാണ്, എന്നാലും നമ്മൾ ഒന്നുകൂടെ നോക്കാം എന്താണ് ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ. Lx cap equal to what? Lx vector അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഓപ്പറേറ്ററാണ്. ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ ആകുമ്പോൾ നമ്മൾ ക്ലാസിക്കലിന് ഇങ്ങനെ ചെയ്യാം, ക്യാപ്പ് ഇട്ട് എഴുതാം. Lx cap is equal to what? ypz minus zpy. ypz minus zpy. ഓക്കെ, അത് y cap pz cap minus z cap py cap. കംപ്ലീറ്റ് എന്താ ചെയ്യുക, ക്യാപ്പ് ഇട്ട് ചെയ്താൽ ഓർബിറ്റൽ ഓപ്പറേറ്റർ ആയതുകൊണ്ട് കംപ്ലീറ്റ് നമ്മൾ ക്യാപ്പ് കൊടുക്കാം. Then Ly cap is equal to what? Ly cap is equal to Zpx minus xpz. Zpx minus xpz. Lz cap equal to what? Lz cap equal to x py minus ypx. xpy minus ypx. Okay, xpy minus ypx, where x, y and z are components of position operator r, and px, py and pz are components of linear momentum operator p cap. X cap, y cap and z cap are components of position operator r cap, and px, py and pz are the components of linear momentum operator p cap. അപ്പോൾ ഇത് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് ആക്കി മാറ്റണം അല്ലേ?
ക്ലാസിക്കൽ ക്വാണ്ടിറ്റീസിനെ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്ററാക്കി മാറ്റണം. അപ്പോൾ XYZ ക്ലാസിക്കൽ മെക്കാനിക്സിൽ XYZ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ എഴുതുമ്പോൾ എന്ത് എഴുതിയാൽ മതി? ജസ്റ്റ് എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് സെഡ് ക്യാപ്പ് എന്ന് എഴുതിയാൽ മതി. മുകളിൽ ഒരു ക്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു ക്വാണ്ടം മെക്കാനിക്കലായിട്ട് മാറി. ദെൻ PX എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതിയാൽ പോരാ. PX അപ്പോൾ PX ക്ലാസിക്കലാണ്, അതിനെ ക്വാണ്ടം മെക്കാനിക്കലാണ് എഴുതുന്നതെങ്കിൽ എന്തായിരിക്കണം? PX ക്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ PX ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു -IH ക്രോസ് ഇൻറ്റു ∂/∂x. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. -IH ക്രോസ് ഇൻറ്റു ∂/∂x അല്ലെങ്കിൽ H/I ഇൻറ്റു H ക്രോസ് ബൈ I ഇൻറ്റു ∂/∂x അല്ലെങ്കിൽ H/2πI ഇൻറ്റു ∂/∂x അല്ലെങ്കിൽ -IH/2π ഇൻറ്റു ∂/∂x. അതായത് I മുകളിലാണെങ്കിൽ മൈനസ് വരും, I താഴെയാണെങ്കിൽ പ്ലസ് ആയിരിക്കും. ഓക്കെ, അതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. -IH ക്രോസ് ഇൻറ്റു ∂/∂x. സിമിലർലി P ക്യാപ് y ഈക്വൽ ടു വാട്ട്? -IH ക്രോസ് ഇൻറ്റു ∂/∂y. PZ ക്യാപ്പ് ഇസ് ഈക്വൽ ടു -IH ക്രോസ് ഇൻറ്റു ∂/∂z. ഓക്കെ, ഇനി നമുക്കിതിനെ അങ്ങനെ എഴുതാം. H ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? H/2π ആണ്. H is the Planck's constant. The value is what? 6.626 into 10⁻34 kg/m²/s. അല്ലേ? ദെൻ ഇത് നമുക്ക് LX ക്യാപ്പിനെ എങ്ങനെ ക്വാണ്ടം മെക്കാനിക്കലായിട്ട് എഴുതും? LX ക്യാപ്പിനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്ററാക്കി എഴുതണമെങ്കിൽ LX ക്യാപ്പ് ഇസ് ഈക്വൽ ടു -IH ക്രോസ് കോമൺ ആണ്. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് ദ ബ്രാക്കറ്റ്. ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. -IH ക്രോസ് ഇൻറ്റു y ഇൻറ്റു PZ ക്യാപ്പ് ആണെങ്കിൽ ∂/∂z മൈനസ് z ഇൻറ്റു ∂/∂y. ഓക്കെ, ദെൻ LY ക്യാപ്പ് ഇസ് ഈക്വൽ ടു -IH ക്രോസ് ഇൻറ്റു z ഇൻറ്റു ∂/∂x മൈനസ് x ഇൻറ്റു ∂/∂z. LZ ക്യാപ്പ് ഈക്വൽ ടു -IH ക്രോസ് ഇൻറ്റു x ഇൻറ്റു ∂/∂y മൈനസ് y ഇൻറ്റു ∂/∂x. ഓക്കെ, ഇതാണെന്ത്? ആംഗുലാർ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം, ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ് LX ക്യാപ്പ്, LY ക്യാപ്പ്, LZ ക്യാപ്പ്, ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇതാണ്.